ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ഇരിക്കണ്ടല്ലോ അല്ലേ? അങ്ങനെ ഇത് ദീപാവലി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് പാട്ട് ക്ലാസ് ഉണ്ട്, ഞായറാഴ്ച പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചയും കൂടെ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോൾ അവിടെ തന്നെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എന്തെങ്കിലും കറി ചെറുതായിട്ട് സാമ്പാർ വെക്കാനാ, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം, ചോറ് വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ആ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ചോറും ഉപ്പേരി എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. നമ്മുടെ പച്ചക്കറി കിറ്റ് ഉണ്ടല്ലോ 50 രൂപയുടെ, ആ കിറ്റിലുണ്ടാവുന്ന സംഭവങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് അധികം വേറെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് ലൂസായിട്ട് മേടിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം പച്ചമുളക് ചില സമയത്ത് ആ ചേച്ചി കുറേ ഇട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനും ചില സമയത്ത് ക്ഷാമം ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളായി. പിന്നെ ഞാൻ ചില സമയത്ത് സ്ഥിരമായിട്ട് ഈ ഒരു പച്ചക്കറി തന്നെ കൂട്ടുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ലേ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അങ്ങനെയുള്ള സമയത്ത് ഞാൻ പരമാവധി ഈ ഒരു കിറ്റ് ഒഴിവാക്കിയിട്ട് പുറത്തൊന്ന് മേടിക്കുക ചെയ്യാം കേട്ടോ. അതായത് കോളിഫ്ലവർ, കൂൺ, ആദ്യമൊക്കെ നമ്മൾ കൂൺ നല്ലോണം മേടിച്ച് കഴിച്ചിരുന്നു. ഇപ്പം എന്താ അതൊക്കെ അങ്ങോട്ട് വിട്ടേക്കണു. ഇപ്പം അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. കൂൺ, പനീർ, ബട്ടർ മസാലയൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന കേട്ടോ. ഇപ്പം എന്താണാവോ അതൊന്നും മേടിക്കാൻ തോന്നുന്നില്ല. നീരപ്പനാണ് ഇപ്പം അടുത്ത് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ നല്ലൊരു ഫ്രഷ് പച്ചക്കറി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റ് എന്ന് പറയാൻ വലിയ ഗംഭീരമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ കൂൺ ഇരിക്കണ കണ്ടത്. അപ്പോൾ നീരപ്പം ഇങ്ങനെ ചോദിച്ചു കൊടുന്നു, അമ്മ എന്തപ്പം ഇതൊന്നും മേടിക്കാത്തതെന്ന്. അപ്പം ഞാൻ എന്താണോ മേടിക്കാത്തത്, അവൻ പറഞ്ഞു കൊടുന്നു നമുക്കിതൊരു ദിവസം മേടിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചു. പിന്നെ അങ്ങനെ കഴുകി അതിലേക്ക് മത്തങ്ങ കേട്ടോ ഇട്ടേക്കണ്. അതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഒരു വിസിലടുപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നീരപ്പനൊന്ന് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. 8 മണിക്ക് ആവാറായിട്ടുണ്ട്. ഇനി എണീപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ എണീക്കില്ലോ, ഉഷാറായി എണീറ്റ് വന്നോളൂ. അതിൻ്റെ ഇടയിൽ എനിക്ക് അവൻ കെടുക്കണതാണ്. അപ്പോൾ അവനെ കൂടെ കെട്ടിപ്പിടിച്ച് കെടുക്കാമെന്ന് വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. പിന്നെ അവൻ ഓരോ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ എൻ്റെ മുടിയും തലയൊക്കെ ഇങ്ങനെ പിടിച്ച് പിരിപിരിയാക്കും. അത് എനിക്ക് ആകെ എന്തോ ഇറിറ്റേഷൻ തോന്നും കേട്ടോ. അപ്പോൾ പിടിക്കില്ലേടാന്ന് പറഞ്ഞാൽ അമ്മേനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ പിടിക്കണമെന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഞാനിങ്ങോട്ട് പോന്നു. പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ വേഗം വന്നിട്ട് അതും കൂടെ വെള്ളത്തിലിട്ടു. കുറേ ദിവസമായിട്ട് വിചാരിക്കണതാ എൻ്റെ ഒരു സിമ്പിൾ സാമ്പാർ ഞാൻ ഇതിലൊന്ന് കാണിക്കാമെന്ന്. ഇതിന് മുന്നേ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് കായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് സാമ്പാർ കാണിച്ചു തരുന്നത്. അത് സിമ്പിളാന്ന് പറഞ്ഞാൽ അതിനേക്കാളും സിമ്പിളായിട്ട് ഞാനൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ സാമ്പാർ പൊടി ഇട്ടിട്ടാ. പക്ഷെ ഞാൻ എന്തോ ഒരു ഇതിൽ മറന്നുപോയി. ഈ സാമ്പാർ പൊടി കഴിഞ്ഞു. ഞാനതെന്താ അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണതാ കേട്ടോ. അല്ലെങ്കിൽ ബുക്കിലെങ്കിലും ഇങ്ങനെ എഴുതി വെക്കണതാ. ബുക്കിൽ ഒരു സ്ഥലത്ത് കാണാമല്ലേ ഈ സംഭവം കഴിഞ്ഞ കാര്യം. എന്നിട്ട് ഞാനെന്താ ഇപ്രാവശ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കിത് കാണിച്ചു തരാൻ യോഗയിൽ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ഒന്ന് എനിക്ക് വീഡിയോയിലെടുത്ത് വെക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ. എന്തായാലും നമ്മുടെ ബാക്കി പച്ചക്കറി ഉണ്ടായിരുന്നത് വഴുതനങ്ങ, തക്കാളി, പിന്നെ കുമ്പളങ്ങയല്ല, അതെന്തോ ഒരു കത്തിരിക്ക പോലത്തെ ഒരു സംഭവം കേട്ടോ. അതും ഉണ്ടായിരുന്നു. കുമ്പളങ്ങ ഇപ്രാവശ്യം കിട്ടിയില്ല അതൊന്നും. അപ്പോൾ അതും എല്ലാം ചെറുതായി ഇങ്ങനെ തക്കാളി ഇങ്ങനെ നീളത്തിലരിഞ്ഞേ, പിന്നെ ക്യാരറ്റും കൂടെ. അധികം പച്ചക്കറിയൊന്നും സാമ്പാറിലിടാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികമൊന്നും വേണ്ടല്ലോ. അപ്പോൾ സാമ്പാർ ഇത്തിരി ഉള്ളതിനേക്കാളും കുറവ് പച്ചക്കറിയെ ഞാൻ ഇടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഇവിടെ ഒരു വെപ്പ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കവേ നമ്മുടെ നീരപ്പ ഇടയിൽ വിളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊന്ന് അടുപ്പത്ത് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ദോശമാവ് ഞാനേ സാധാരണ എൻ്റെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതരച്ചപ്പോൾ ചോറ് എന്തോ ഒരു തിരക്കിൽ ചോറ് കുറച്ച് കൂടിയേ തോന്നുന്നു പിടുത്തം. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യില്ലേ, ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആകെ എന്താ പറയുക ഒരു ഹറിബറി അങ്ങനെ ഒരു സംഭവം വരും. അപ്പം ഞാൻ എന്തോ ഒരു ഇതിൽ ചോറ് ഇത്തിരി കൂടുതലിട്ടു. ദോശയ്ക്കൊക്കെ നല്ലതാണ്, പക്ഷേ ഇഡ്ഡലി ആകുമ്പോഴേ കുറച്ച് ഒട്ടിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടേ ഇപ്രാവശ്യത്തെ ഇഡ്ഡലി ഇത്തിരി ഒട്ടിപ്പോയി. സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടോ. അപ്പോൾ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വലിയൊരു ഇത് തോന്നിയില്ല. ഇതുണ്ടാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് ചോറ് കൂടിയിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ അതങ്ങനെയാണ്, ഞാനിങ്ങനെ എന്തെങ്കിലും കാര്യമായി ചെയ്യണം എൻ്റെ ഇടയിലാവും ചിലപ്പോൾ നീരപ്പ അയ്യോ അമ്മയെ പറഞ്ഞിങ്ങനെ വിളിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊള്ളി വളക്കണം എൻ്റെ ഇടയിൽ പോയി വീണു. പിന്നെ നമ്മുടെ ആ മൊത്തം കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറും കേട്ടോ, കുട്ടികളുണ്ടായി പ്രത്യേകിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ വരുമ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഇത് മറന്ന്
പിന്നെ കൂടുതൽ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിലും സനേഷേട്ടൻ വിളിക്കുകയാണെങ്കിലും നീരവൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്ത് അങ്ങനെ പോരുക ചെയ്യുക. അപ്പോൾ അവരാണ് സംസാരിക്കുക, അച്ഛനും മോനും സംസാരിക്കും. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഇവനോട് സംസാരിപ്പിക്കുക, അങ്ങനെയൊക്കെ ആട്ടോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫോണും പരമാവധി അങ്ങോട്ട് പോവല്ലേ, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടങ്ങോട്ട് പോവും. അങ്ങനെ നീരപ്പനെ എണീപ്പിച്ചു ഞാൻ. ഇന്നലെ രാത്രി ഇതേപോലെ സനേഷേട്ടൻ വിളിച്ചു. ഞാൻ എന്തോ ഒരു പണിത്തിരക്കിലായിരുന്നു കേട്ടോ. ഇത് അരയ്ക്കാന്ന് തോന്നുന്നു. ഞാൻ മാവ് അരയ്ക്കായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് സനേഷേട്ടൻ വിളിച്ചാൽ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തു വിടുന്നില്ല കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇവർ എന്തോ നല്ല വർത്താനവും തമാശയൊക്കെ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക. എനിക്ക് ഇവരുടെ വർത്താനം കേട്ടപ്പോഴേ കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കാനൊക്കെ തുടങ്ങിപ്പിക്കുക. അവരുടെ ഇടയിൽ പോയി നിൽക്കാൻ തോന്നും കേട്ടോ. അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അങ്ങനെ എന്തോ തിരക്കിൽ പെട്ടത് തോന്നുന്നു അരയ്ക്കുമ്പോൾ. അങ്ങനെ കുറച്ച് ഒരു പിടിയൊന്നും വേണ്ട ചൂട്, അതിന് പകരം കുറേ ചൂടിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ തോന്നുന്നു അങ്ങനെ പറ്റിയത്. പിന്നെ ഇവർ രണ്ടാളും ഇപ്പോൾ ഒരു ഗോ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ബോട്ടിമെന്ന ചേട്ടൻ വിളിക്കാറ് വീഡിയോ കോള്. ഇപ്പോൾ അതിൽ പരസ്യം കുറേ വരുന്നുണ്ടല്ലോ, ആഡുകൾ വരുന്നുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ അതിനും കുറച്ചുകൂടെ നല്ലതാണ് പറഞ്ഞു. ഇപ്പോൾ ഗോ ചാറ്റ് അങ്ങനെ എന്തോ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അതിൽ വിളിക്കുമ്പോൾ അതിൽ ഗെയിമുണ്ട്, പിന്നെ ഇമോജി നമ്മുടെ ഫേസിൽ തന്നെ കൊമ്പും ചില്ല് ഇതൊക്കെ വരണം, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുക. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിപ്പോയതാ. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ ഗെയിമൊക്കെ കളിച്ചിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം. ഇതിനിടയിൽ ഞാൻ ഒന്ന് കുത്തിക്കയറ്റിയതാ. അപ്പം നല്ല രസമുണ്ട് കളി കാണാൻ. അപ്പം ഞാൻ അങ്ങനെ നീരപ്പൻ്റെ ഫോണിലാട്ടാ ഞാൻ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ ആണിത്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും മോനും കുറേ നേരം അത് കളിച്ചിരിക്കുന്നതാണെന്നേ. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു മതി നിർത്തി, ഇനി നാളെ കളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ വേറെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നീരപ്പിനെ ഒരു പെൺകുട്ടിയുടെ പോലെയൊക്കെ ആക്കിയിട്ട് സനേഷേട്ടൻ ഫോട്ടോ എടുത്തിടുന്നു. ഞാൻ മറന്നു കൊടുക്കാം. ഇവിടെ നമ്മുടെ ഒരു സെറ്റ് ഇഡ്ഡലി വെന്തു കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് വെക്കുക. രണ്ടെണ്ണം വെക്കുമ്പോൾ എൻ്റെ ഇഡ്ഡലി ഇപ്പോഴും വേവണമൊന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ച് ടിപ്സൊക്കെ ഇവിടുത്തെ ആൻറ്റിമാർ പറഞ്ഞു തന്നു, പക്ഷേ വേവണില്ല അങ്ങോട്ട്. എന്തായാലും ഇവിടെ ഒരു വിസിലടിച്ചു, പരിപ്പും മത്തങ്ങയും കൂടി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളും അരിഞ്ഞു വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി, ടോട്ടൽ നമ്മൾ സാമ്പാറിൽ 2 വിസിലടുപ്പിക്കും കേട്ടോ. അങ്ങനെ അതും കൂടെ അടുപ്പത്ത് വെച്ചപ്പോൾ അടുപ്പ് വീണ്ടും ബിസി ആയില്ലേ. ആ നേരം കൊണ്ട് നീരപ്പനൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പല്ലൊക്കെ തേപ്പിച്ച് നല്ല സുന്ദരിയാക്കിയിട്ട് ബാത്റൂമിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഒന്ന് തുണികൾ ഇട്ട് വയ്ക്കാൻ വിചാരിച്ചു. കുറച്ച് നേരം കൊണ്ട് അതും കൂടെ ഒന്ന് തിരിഞ്ഞ് നമുക്ക് കഴുകി കിട്ടുമല്ലോ. അതിൻ്റെ ഇടയിൽ നീരപ്പം വന്നിട്ട് എനിക്ക് ലിക്വിഡ് ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ റിൻസിൻ്റെ ലിക്വിഡ് കേട്ടോ ഞാൻ മേടിക്കുക മാവേലിയിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ ഉജാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒഴിക്കണത്. എനിക്ക് ആദ്യമൊക്കെ ഇതിൻ്റെ സ്മെല്ല് കിട്ടിയിരുന്നു. ഇപ്പോൾ തുണിയുള്ള സ്മെല്ലൊന്നും കിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഉജാലയുടെ കംഫേർട്ട് പോലത്തെ വേറെ ഫ്രാഗ്രൻസ് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ട്. അത് ഒരു കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, നല്ല സ്മെല്ല് കിട്ടും. 2 കപ്പ് വെള്ളം എടുത്ത് മേത്തൊഴിച്ചോളാൻ പറഞ്ഞപ്പോൾ അവൻ ക്യാമറ ഓൺ ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാ. അവന് ക്യാമറ ഇപ്പോൾ വേണം, അവൻ്റെ ചാർജ് കയറണമെങ്കിൽ അവന് ക്യാമറ വേണം നിർബന്ധമായിട്ട് കേട്ടോ. അമ്മ എന്തെൻ്റെ വീഡിയോ എടുക്കാത്ത ദിവസങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമാണേ. അങ്ങനെ നമ്മൾ റെഡിയാവാൻ തുടങ്ങി. ഈ ഷർട്ടാണ് കേട്ടോ അന്നത്തെ ഓണക്കോടി, പിന്നെ അങ്ങനെ വെച്ചിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നിടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ തല കഴുകി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായി തല കഴുകിയിട്ട്. ഈ തലയിൽ നനവ് തട്ടുമ്പോൾ അപ്പം വരും ഈ ചുമ. എന്ത് വൃത്തിയായിട്ട ചുമ എന്നാണ് പറയുക. ഇത് എവിടുന്നാ വരണേന്ന് എനിക്ക് പോലും അറിയണില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലേക്കാന്നാണ് പറയുന്നത് കേട്ടോ. ഈ കൊറോണ കഴിഞ്ഞ് പിന്നെ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി കേട്ടോ. അതിപ്പോൾ എനിക്കാണെങ്കിലും നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ടാവുമെന്ന് വിചാരിക്കണം. അവനൊന്ന് റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഇഡ്ഡലീനെ ഒന്ന് പാത്രത്തിക്കാക്കാൻ വന്നതാട്ടോ. ചെറുതായിട്ട് 1-2 ഒട്ടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ളത് തരക്കേടില്ലാണ്ട് കിട്ടി. ആ നേരം കൊണ്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചസാര ഇട്ടിട്ട് ചായക്കും കാപ്പിക്കും വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു. ആ നേരം കൊണ്ട് നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണിത്. തേങ്ങ, പിന്നെ മുളക് പൊടി, ഇഞ്ചിയും പച്ചമുളകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചെടുക്കും. അത് അരച്ചെടുക്കണ നേരം കൊണ്ട് നീരപ്പനെ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും കടുകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ഇതൊന്ന്
ഇതിലേക്ക് ഇന്ന് എടുത്ത് ഒഴിച്ചു, അത്ര തന്നെ. നമ്മുടെ ചട്നി റെഡി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തട്ടിക്കൂട്ട് സംഭവങ്ങൾ കേട്ടോ. ഇത് നമ്മുടെ സാമ്പാറിലേക്ക്. എനിക്കിതാണ് ഏറ്റവും വിഷമമായത്. ഞാനവിടെ കവറിൽ ഈ മസാലകളൊക്കെ ഒരുമിച്ച് വെക്കുക. അത് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ട് ചിക്കൻ മസാല, അത് സാമ്പാർ മസാലയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അയ്യോ, എൻ്റെ പ്ലാനിങ് ഒക്കെ പാളിപ്പോയില്ലോ വിചാരിച്ച് 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടു. എനിക്കിപ്പോൾ അളവൊക്കെ ഞാൻ മറന്നു പോയിക്കണു. എന്നും സാമ്പാർ പൊടി ഇട്ടിട്ടേ. എന്നാലും ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കായം പൊടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വിട്ടു. അതുകൊണ്ട് കരിയൊന്നുമില്ല. അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നാലും എൻ്റെ ആ സ്മെല്ല് അങ്ങോട്ട് വന്നില്ല. സാമ്പാർ പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. പക്ഷെ അത് വരാത്തോണ്ട് എനിക്ക് നല്ല വിഷമമായിട്ടോ. ഏത് വളഞ്ഞ ബുദ്ധിയുടെ ഇടയിലാണാവോ ഈ കാര്യം എഴുതിയിരിക്കുക ഞാൻ മറന്ന്. ഞാൻ എന്നെ തന്നെ കുറേ ചീത്ത പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു. എന്നിട്ട് ഞാൻ സ്മെല്ല് ഇങ്ങനെ മണത്ത് നിൽക്കുക. എന്നിട്ടും വരണ കാണാല്ലേ. അപ്പോൾ കുറേ മല്ലിയില എടുത്തിട്ട് വെട്ടിയിട്ടു കേട്ടോ. തീരപ്പറ്റ അത് കൊടുക്കുമ്പോൾ അവർ വലിയ ഇഷ്ടമാവണമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. എനിക്ക് മണം വരാത്തോട് ഭയങ്കര വിഷമം കേട്ടോ. എന്തായാലും ബാക്കി നടന്ന തേങ്ങ എടുത്തിട്ട് ചോറ്റും പാത്രത്തിൽ വെച്ചു. ഇനി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കണം. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ തോടും കേടും എല്ലാം എടുത്തിട്ട് ആ ബക്കറ്റിൽ കൊണ്ടിട്ടു. ആ ബക്കറ്റിലത്തെ വേസ്റ്റ് ഞാൻ കൊണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. ചില ദിവസം കൈയോടെ എടുത്തിട്ട് കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ ആ കാര്യം അങ്ങോട്ട് മടക്കും. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. പിന്നെ ഈ സ്മെല്ല് വരണോണ്ട് പരമാവധി അത് വരാണ്ടിരിക്കാൻ വേണ്ടി കൊണ്ട് കളയാറുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ക്ലാസ്സിലേക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളും എന്നത്തെയും പോലെയല്ല. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നുള്ള അതിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ എൻ്റെ വണ്ടിക്ക് കിക്കർ അടിക്കാണ്ട് സ്റ്റാർട്ട് ആവില്ലല്ലോ എന്നുള്ള ടെൻഷനും ഉണ്ട് കേട്ടോ മനസ്സിൽ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എത്തുന്നുണ്ട് അവിടെ. ഇന്ന് ബാക്കിയുള്ളവരെ ലേറ്റ് ആയത് പോരാത്തതിന് പുതിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് കാണിച്ചു തന്നില്ലേ. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ ബാക്കിയുള്ള പേരൻസ് എല്ലാവരും വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ചേട്ടൻ വന്ന് പറഞ്ഞു പഴയ ക്ലാസ്സിലേക്ക് തന്നെ അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ വന്നിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ പഴയ ക്ലാസ്സില്ലേ അവിടുത്തെ സ്റ്റേജിൻ്റെ അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നല്ല അങ്ങോട്ട് പോയോണ്ട് അതുകൊണ്ട് ചാർജ് ഇത്തിരി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുക. കിക്കർ അടിക്കേണ്ടി വന്നില്ല കേട്ടോ. അതന്നെ സമാധാനം. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്ദേ ഭാരത് പോകണമെന്ന് പറഞ്ഞ് നീരപ്പം ഇങ്ങനെ പറയുന്നുണ്ടേ. അതൊക്കെ കഴിഞ്ഞ് പേരൻസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലൊന്നും നിർത്തിയിട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അവിടെ കുറച്ച് ചേച്ചിമാർ ഇവനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന് നാണം കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു. അപ്പോൾ ഇവനെ കൊഞ്ചിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. പാട്ട് ക്ലാസ് കഴിഞ്ഞ് അവനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടെ പാട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. അവിടെ എല്ലാ കൊട്ടും പിന്നെ പാട്ടും തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടെന്ന്.
ഒരുമിച്ച് പിന്നെ ഞാൻ പാടി പഠിപ്പിച്ച പാട്ട് വേറെയായിരുന്നു. ഇപ്പം പാടിയത് വേറെ പാട്ടും കിളിയൊക്കെ പാടിക്കൊടുത്തത്. പിന്നെ സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ട് നാണം വന്നിട്ട് പറയാൻ പറ്റണില്ല കുട്ടിക്ക് അമൃതയാണ്. ഇത് ഞാൻ വെറുതെ കാണിക്കാം കേട്ടോ. ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ലഡു ജിലേബി എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാൻ വെച്ചിട്ടാ. അവ എവിടുന്നോ കണ്ടു ദീപാവലി ദിവസം സ്വീറ്റ്സ് കഴിക്കും പടക്കം പൊട്ടിക്കുന്നൊക്കെ എവിടുന്നോ കണ്ടേക്കണു. അതാണ് എനിക്ക് M14 വീഡിയോയിൽ കണ്ടുകൊടുത്തു പടക്കം പൊട്ടിക്കലൊക്കെ. അങ്ങനത്തെ അതൊക്കെ മേടിച്ചിട്ട് ഒക്കെയല്ല ചിപ്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു. പിന്നെ ലഡുവും ജിലേബിയും പിന്നെ ഒരു പാഡിയും മേടിച്ചു കേട്ടോ. ബാക്കി പൈസക്ക് ഒരു പാഡിയും മേടിച്ചു ഇരിക്കട്ടെ വിചാരിച്ച്. മിഠായിയൊക്കെ കിട്ടിയ ചാൻസിൽ കുറേ വാരി കൊണ്ടുവന്നിട്ട് കേട്ടോ 3-4 അപ്പം എന്തായാലും 2 നിച്ചുവിന് കൊടുക്കാന്ന് വെച്ചിട്ട് വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് നിച്ചുവിൻ്റെ നീയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കുക. അപ്പം അമ്മായിടയിൽ മിഠായി കൊടുത്തുകൊണ്ട് പോകുന്നു. ഇവന്റെ ഇവിടെ കറി വെക്കാൻ തുടങ്ങി. ചിക്കൻ കറി തോന്നുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. നേരെ അടുക്കളയ്ക്ക് ഓടി. അരി കുറച്ച് വെള്ളത്തിൽ കുതിരായിടാൻ വേണ്ടിയിട്ടാട്ടോ. ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വിചാരിച്ചു എനിക്ക് കഴുകുക എളുപ്പത്തിനാണ്. എന്നിട്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങി. നേരം കുറേ വിളിക്കണം. എവിടെ ഇവിടെ പച്ചക്കറി വലുതാണ് നോക്കണേ. ഇവിടുത്തെ കൃഷിക്കാരൻ നീരപ്പനാട്ടോ. നമ്മുടെ ചീര ഇതെന്താണാവോ. ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയിലേക്ക് അത് എപ്പോഴും കവർ ചെയ്ത് ഇടണം, മൂടി ഇടണം. മഴയൊക്കെ വേണതല്ലേ. നിച്ചു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളി കഴിഞ്ഞിട്ട് അത് മൂടി വയ്ക്കാൻ മറന്നതിന് ഞാൻ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്തേക്ക് കടന്നു. ഞാൻ നീരവ് കാണിച്ചു തരും ഗൈസ്. ഇത് ചീര. അയ്യോ ഇവിടെ കുത്തി വെച്ച കൊമ്പ ഇവിടെ. അയ്യോ ഇവര് കെട്ടു മടങ്ങല്ലോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് പതുക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. ഓക്കെ ഇരുവോ. ഇത് മുളക് ചെടികളും പിന്നെ പയറ്. നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും കൃഷി തുടങ്ങുമ്പോൾ അതില് ഒരു ഇല വരുമ്പോ പോലും പുതിയൊരു ഇല വരുമ്പോ പോലും വല്ലാത്തൊരു സന്തോഷം കേട്ടോ. വലുതായി വരുമ്പോ കൊറേ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കിയത് നമ്മള് ഉടച്ച് കറിയൊക്കെയില്ല കുഞ്ഞ. ഹായ് ഇത് കയ്പക്കയാ തോന്നൂലേ. എനിക്ക് ചെടികളുടെ എല്ലൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ സ്മെല്ല്, ഇതിൻ്റെ ഒരു സ്മെല്ല് കയ്പയുടെ മണം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഇത് കയ്പയുടെ ചെടിയാണ്. ചീര വലുതാവണുണ്ട്. അത് പുല്ലാടാ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാൻ മുറ്റടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഞാൻ വീണു എന്ന് വിചാരിച്ച ആടലോടകമൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിഞ്ചുവിൻ്റെ വകയാണ് ആടലോടകം. പിന്നെ ഈ ചെടികളൊക്കെ. മീനൊക്കെ ചട്ടി മേടിക്കണം. നമുക്ക് ദീപാവലി സ്പെഷ്യൽ സംഭവങ്ങൾ കഴിക്കണ്ടേ. ഞാനേ പായസം വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമ്മളിത് എത്തിയത് 11:45 12 മണി അവിടെ.
പിന്നെ നമ്മുടെ ആൻറ്റിമാർ ടൂറൊക്കെ പോയിക്കാം. അപ്പോൾ 2 ദിവസം പാലില്ല, പാല് വേണ്ടാന്ന് പറഞ്ഞേൽപ്പിച്ചു. പാലില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പായസം ഇല്ല. വാഷിംഗ് മെഷീനിൽ വെള്ളം നിറഞ്ഞു. നീരപ്പൻ പാട്ട് പാടും കേട്ടോ. നീരപ്പൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നീരവ് പാട്ട് പാടാൻ പഠിക്കണു പോണു എന്ന് മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു പാട്ട് പാടി കുഞ്ഞാ, അത് പാട്. മറ്റതില്ലേ സരിഗമ പദനീസ സനിത പമ ഗരീസ, അത് പാടിയേ. അതായത് ശ്വാസം വിടാണ്ട് സരിഗമ പദനീസ സനിത പമ ഗരീസ സരിഗമ പദനീസ സനിത പമ ഗരീസ, അങ്ങനെയുണ്ട് പാടി. അത് ശ്വാസം വിടാൻ പാടില്ല. ആ 4 വരി. ഇല്ലേ സനിത പമ ഗരീസ, അത് അവൻ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഇവനും ഇവൻ്റെ ഫ്രണ്ട് വാണിയും പിന്നെ ആരെങ്കിലും LKG കുട്ടികളുണ്ടോയെന്ന് അറിയില്ല. പിന്നെ UKG ഒരു കുട്ടിയുണ്ട്. പിന്നെ 1, 2 അങ്ങനെയുള്ള കുട്ടികളാട്ടോ. നാണം കുട്ടിയാ. ആ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ പാട്ട് ക്ലാസ്സിലെ വീഡിയോയിലൊക്കെ നാണം കുടുങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കും ഒരാൾ. ആരാ അങ്ങനെ ഇരിക്കണ ആള്? നീ എന്നെ നീരന് എന്തൊക്കെയോ വിശേഷങ്ങൾ? ദീപാവലി ആയിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ ഇവിടെ? നല്ല വിശേഷം. പിന്നെ 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 കൊച്ചിന്റെ കാടടിക്കുന്നുണ്ട്. പിന്നെ നിച്ചു വന്നിട്ടും കാടടിക്കുന്നുണ്ട്. നിച്ചു കൊണ്ട് വിടോ? നിച്ചു കൊണ്ട് വരില്ല കേട്ടോ. അതെന്താ? നിച്ചുവിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കാ. അയ്യോ, നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ വൈകിട്ട്. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഇല്ല, വരില്ല. പറഞ്ഞില്ല ഇന്നലെ. നമുക്ക് ലഡു കഴിക്കാം, ജിലേബി കഴിക്കാം. ഒരു പേടിയുള്ളൂ കേട്ടോ. കടിച്ചു പൊട്ടിച്ചു, സത്യയില് കടിച്ചു പൊട്ടിച്ചു. അയ്യോ, അങ്ങനെതാ നമുക്ക് സ്പെഷ്യൽ പ്ലേറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതിൽ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്കിങ്ങനെ സ്ഥിരം പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവനൊന്ന് സന്തോഷിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം ഞാൻ മേടിച്ച കേട്ടോ. അപ്പോൾ പേട ഞങ്ങൾ 2 ആളും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ലഡുവും ജിലേബിയും. ഈ മഞ്ഞ ജിലേബി എനിക്ക് ചില സമയത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും മേടിക്കല്ലേ വെച്ചിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞത് വേഗം അടുക്കളയ്ക്ക് കയറി നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാനാണ്. തേങ്ങ രാവിലെ ചിരകിയതിരിക്കുന്നുണ്ട്. അപ്പോൾ പണി എളുപ്പമായി. ഇനി ഇത് ഒന്ന് തോട് കളഞ്ഞ് 4-5 പീസാക്കിയിട്ട് സബോള, പച്ചമുളകും പിന്നെ ഈ ബീട്രൂട്ടില്ലേ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇതിലിടും. മുഴുവനോട് ഇടാനും നീളത്തിൽ 2 പീസാക്കി ഇടാനൊന്നും പറ്റില്ല, കാരണം നമ്മുടെ ചോപ്പർ കേടാവും. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ വീട്ടിൽ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് സെറ്റാണ്. അധികം ബുദ്ധിമുട്ടാണ്ട. അങ്ങനെ ഇതാ നമ്മുടെ ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോപ്പർ ചേട്ടൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതാ ചട്ടി ചൂടായപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണു, കടുക് പൊട്ടിക്കണു. അതൊന്ന് പൊട്ടിയപ്പോൾ നമ്മുടെ ഈ സംഭവമില്ലേ ബീട്രൂട്ട് അതങ്ങോട്ട് ഇടണു. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയൊന്നും ഞാൻ ഇടാറില്ല, ചിലർ ഇടുന്നു പറയണ കേൾക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൽ വെളുത്തുള്ളി ഇതൊക്കെ ഇടുന്നവരുണ്ട്, പക്ഷേ ഞാനൊന്നും ഇടാറില്ല. എനിക്ക് വെളുത്തുള്ളി അങ്ങനെ വലിയ താല്പര്യമില്ല ഇതിൽ കേട്ടോ. അപ്പോൾ കറിവേപ്പില പരമാവധി കൂടുതലിടും. എന്നിട്ട് ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ അങ്ങനെ കിടന്ന് വേവും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിൽ വേവിച്ചിട്ടൊക്കെ ഇങ്ങനെ കാച്ചി എടുക്കാറ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം പിടിച്ചു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അന്നേരം കൊണ്ട് നമ്മുടെ ബേസിൽ കിടക്കുന്ന 2 പാത്രം, ഇത് വെള്ളം ചൂടാക്കി കുടിക്കാനുള്ള വെള്ളമില്ലേ അത് ചൂടാക്കണ കലാട്ടോ. അതിൽ നമ്മുടെ മറ്റേ കരിങ്ങാലി പോലത്തെ സംഭവമില്ലേ അതൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ചൂടാക്കാൻ മാത്രമേ അതുകൊണ്ട് പറ്റുള്ളൂ. എന്തായാലും അടുപ്പത്തെ സംഭവം ഇരിക്കണ്ടല്ലോ, അതിനടുത്ത് എപ്പോഴും ആൾ വേണ്ടി വരും. ആ നേരം കൊണ്ട് അത് വേവാനുള്ള നേരം കൊണ്ട് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഈ സംഭവമില്ലേ അത് നല്ലോണം വെള്ളം പോവാൻ ഞാൻ പുറത്ത് അമ്മിയുടെ അവിടെ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയാലോ വിചാരിച്ചിട്ട് കേട്ടോ.
അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ചിങ്ങനെ തിളക്കം, നല്ലോണം തിളക്കവും കൂടി ഇതൊന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംഭവം സെറ്റാണ് കേട്ടോ. അന്നേരം കൊണ്ട് നമ്മുടെ വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കാനാണ്, അതൊന്ന് അരിയാൻ വേണ്ടി അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോയപ്പോൾ ഇവ എങ്ങനെയോ മണത്തടഞ്ഞു, വഴുതനങ്ങ എടുക്കാൻ വന്നേക്കുക. അവന് അരിയണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് എൻ്റെ കത്തി കാണാനില്ല, ആ കറുത്തപ്പിടുത്തുള്ള കത്തിയില്ലേ, അതാണ് എൻ്റെ കത്തി. ഇത് വൻ്റെയാണ് കേട്ടോ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കത്തി എന്തിനാ അമ്മ എടുത്തേക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അത് കാണാനില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാനത് ചില സമയത്ത് കാണില്ല. എനിക്ക് അങ്ങനെ ഒരു ചില സമയത്ത് ഇത് ദേഷ്യം വരും എൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അത് കാണാനില്ല പറഞ്ഞിട്ട് ഇവനെ സോപ്പിട്ടിട്ട് ഇവനെ അരിയണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നൈസായിട്ട് അരിയുമ്പോഴേ നല്ല കട്ടിയുള്ള വഴുതനങ്ങ ചിലപ്പോൾ അത് ചെരിഞ്ഞിട്ട് ചിലപ്പോൾ കൈമയ്ക്ക് അങ്ങനെ വന്നാലോ. അതുകൊണ്ട് ഞാൻ അവന് കൊടുത്തൊന്നുമില്ല, ഞാൻ തന്നെ അരിഞ്ഞെടുത്തു. അതിൻ്റെ ഇടയിൽ നല്ല കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്തേ അതവിടെ അരിഞ്ഞ് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, പിന്നെ മീറ്റ് മസാല, ഉപ്പ്, കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടെ കേട്ടോ. എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് മസാല അങ്ങോട്ട് തേച്ച് പരട്ടി അങ്ങോട്ട് വെച്ചോ, നല്ല ടേസ്റ്റായിട്ട് അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വാടി ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങയില്ലേ ചിരകി വെച്ചത് അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒരു ട്രിപ്പ് കൂടെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീട്രൂട്ട് ഉപ്പേരി സെറ്റാണ് കേട്ടോ. ഇനി ഇതാ ഞാൻ എൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് മറ്റേ അടുപ്പിലെ ചൂടിത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് തുണികളൊന്നും തോരയിടാൻ വന്നാൽ കുറച്ച് തുണികളുള്ളൂ കേട്ടോ, അത് എത്ര ധൈര്യത്തിൽ വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തോരണ നേരം കൊണ്ട് നീരപ്പം എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ എവിടെ അവനെ കാണാനില്ലല്ലോ. എന്നിട്ട് അവൻ പോയി അവൻ്റെ ചിക്കൻ കറി വെന്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയിട്ടോ. ഞാൻ എന്തായാലും എൻ്റെ തുണികൾ തോരയിട്ടിട്ട് വേഗം അത് പാത്രങ്ങൾ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഓടി അടുക്കളയ്ക്ക്. ഇത് ആ ഒരു അളവും കൂടി ആവണ സമയം കൊണ്ട് നമുക്ക് വിശക്കാനൊക്കെ തുടങ്ങി 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതാ, ബാക്കി നാരങ്ങ ഇരിക്കട്ടാണെന്നോ പിഴിഞ്ഞത്, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കാൻ അടങ്ങിയതായിരുന്നു. കെമിക്കൽ റിയാക്ഷൻ വന്നു തോന്നുന്നു കേട്ടോ, കരിങ്ങാലി വെള്ളം അതിൽ ഒഴിച്ചതേ. എല്ലാം വളരെ പെട്ടെന്നായിട്ടാണ്, ചോറും കറി എല്ലാം എടുത്ത് കൊണ്ടുവന്നു. സാമ്പാറുണ്ടായിരുന്നു, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ അതാ വഴുതനങ്ങ വറുത്തത്, ഇന്നലെ രാത്രി വെച്ച തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എരിവാ പറഞ്ഞാൽ അവ അധികം കൂട്ടിയില്ല, അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചതാ. ഭാഗ്യത്തിന് ഉച്ചയപ്പോൾ കേടായിട്ടില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടി നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് കൂട്ടിട്ടോ. എല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. ഞാൻ ചോറിനായിരുന്നു ഞാനടെ ഫസ്റ്റ് തീരുക എന്നൊക്കെ ചോദിക്കട്ടോ. എന്നിട്ട് എന്താ ഞാൻ കഴിക്കണത് തീരണം നോക്കിയിരിക്കും. ചില സമയത്ത് എന്നോട് ചോദിക്കുക അവൻ, അമ്മയുടെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് തീരണമെന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിക്കണത് നോക്കിയിരിക്കും. എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവൻ വയ്യാണ്ടായി, അവൻ കുറേ കറിയൊക്കെ വെച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പുളു അടിച്ചിട്ട് കൈ കഴുകിയിട്ട് വേഗം എന്നെ കൊണ്ട് വാരി കഴിപ്പിക്കും കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് അങ്ങനെ വാരി കൊടുക്കാൻ. ആദ്യമൊക്കെ അവൻ ഭക്ഷണം ഇങ്ങനെ കഴിച്ചേർന്നില്ല. ആ സമയത്ത് ബാക്കി ബന്ധുക്കളുടെയൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ അമ്മമാർ ചോറൊക്കെ വാരി കൊടുക്കണം കാണാം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയോ കേട്ടോ. എനിക്ക് ഇവന്നാണ് അവ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വാരി കൊടുത്താൽ കഴിക്കുക, അങ്ങനെ ഒരു സമയം എപ്പോഴാണ് വരിക എന്നൊക്കെ ഞാനും കുറേ വിചാരിച്ചിട്ടുണ്ട്. കഴിക്കേണ്ട പ്രായത്തിലൊന്നും ഭക്ഷണം അങ്ങനെ കഴിച്ചേർന്നില്ല. ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ഈ ഒരു ലെവലിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മുടെ അംഗൻവാടിക്കൊക്കെ വിട്ടതിൻ്റെ ബലമാണ് കേട്ടോ. അവരൊക്കെ മാറ്റി കഞ്ഞിയൊക്കെ കുടിപ്പിച്ചിട്ടുള്ള ഒരു മാറ്റമാണ്. എന്നാലും ഞാൻ കുറേ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ചോറ് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കാനൊക്കെ. എന്തായാലും ഇപ്പം പറ്റുന്നുണ്ടല്ലോ തന്നെ. നമ്മൾ കുറേ അങ്ങോട്ട് കാത്തിരുന്ന് ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, കഴിക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ പരമാവധി അവനെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കും. ബാക്കിയുള്ളത് ഞാൻ വാരി കൊടുക്കും കേട്ടോ. അങ്ങനെ അവർ കൊടുത്ത് ഞാൻ നേരെ അടുക്കളയ്ക്ക് വന്ന് ഈ സ്റ്റൗവിൽ രാവിലെ സാമ്പാർ വെച്ചിട്ട്
പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ കുറേ വെള്ളം അങ്ങോട്ട് വെച്ചു. അത് തിളച്ചങ്ങോട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നേ. ഞാൻ അത് പിന്നെയാണ് കുറേ നേരമായിട്ട് കറിയും കാര്യങ്ങളൊക്കെ വെച്ചിടുന്നത്. കൈയോടെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ കൈയോടെ ചെയ്തില്ലെങ്കിൽ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഇതാ മാറ്റിയെടുത്തു. നമ്മുടെ വൃത്തികേടായ സ്ഥലമൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതെൻ്റെ തോർത്താണ് കേട്ടോ. ഞാൻ 4 അരിയും അങ്ങോട്ട് മടക്കി അടിച്ചു. ഒന്ന് കടയിൽ നിന്ന് മേടിച്ചില്ലേ 15 രൂപയ്ക്ക്. അതും എന്ത് തോർത്ത് പോലത്തെ സംഭവം, ഇനി അതിന് 15 രൂപ ഇങ്ങനെ കൊടുക്കണോ? നമ്മുടെ കയ്യിൽ സംഭവങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അടിച്ച് ശരിയാക്കി കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നേരം കൊണ്ട് കിടന്നുറങ്ങണം. ഇനി അധികം ലെങ്ത് കൂട്ടി വെറുപ്പിക്കണില്ല കേട്ടോ. ഞാനൊക്കെ എടുക്കാൻ പോയപ്പോൾ നീരപ്പനും വന്നു. അപ്പോൾ നിങ്ങൾ ഉച്ചയായിട്ട് ഒന്ന് കിടന്നുറങ്ങിക്കോ. ടാറ്റ ബൈ ബൈ, സീ ഹാപ്പി ദീപാവലി.